ബലഹീനന്മാരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹം കരുണയും രണ്ട് ലോകങ്ങളും നീക്കും ചെറിയപ്പെടുമാറാകണമേ. ശാസ്ത്രീയമായ കണ്ടുപിടുത്തത്തിന്റെ നന്മയ്ക്കും പ്രയോജനത്തിനുമായ നിയമക്കേറി വന്നിപ്പോൾ ഈ സമർപ്പിക്കുന്ന ഈ വാഹനം വാഴ്ത്തണമേ. ഉപയോഗിക്കുന്നവരെ നീ ഉപയോഗിക്കുന്നവരോട് കൂടെ നീ ഉണ്ടായിരിക്കണമേ. യാത്രയിൽ നീ ഇതിനെ നിയന്ത്രിക്കണമേ. നിന്റെ ശിഷ്യന് വേണ്ടതായിട്ടുള്ള എല്ലാ നിയോഗവും നൽകിയതുപോലെ ഈ വാഹനത്തെ നിന്റെ തിരുവചനത്തിന് പ്രയോജനപ്രദമാക്കി തീർക്കണമേ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ സകല പരിശുദ്ധന്മാരുടെ ശക്തിയേറിയ മാധ്യസ്ഥവും ഈ വാഹനത്തോടൊപ്പം ഉണ്ടായിരിക്കണമേ. നിന്റെ തിരുനാമത്തിനായി വാഹനം ഉപയോഗപ്പെടുത്തണമേ. ഈ വാഹനത്തിൻ്റെ നിയന്ത്രണം നിർവഹിക്കുന്ന വ്യക്തിയുടെ കണ്ണുകൾ, ചെവികൾ, കൈകാലുകൾ എന്നിവയെ നീ തന്നെ നിയന്ത്രിച്ചു കൊള്ളണമേ. നിന്റെ മാലാഖമാർ അതിന് കാവലും തുണയുമായിരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ കാവല സംരക്ഷണവും ഈ വാഹനത്തിന് മേൽ ഉപയോഗിക്കുന്ന മേലും ഇതിലെ യാത്രയുന്നവരും എന്നുവന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ഈ വാഹനത്തിൻ്റെ സംരക്ഷണമുള്ള തെളിപ്പായ തിരുവാൻ വേണ്ടി പാറയ്ക്കുമോർ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ജലമാശ്വദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. ബറയ്ക്കുമോർ ബസ്മദാമോ ഉദാമരോ വദറൂഹയോ കാദീശദലഹായ് വൽഹായ് ദലഹോലം വൽമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ഈ വാഹനം ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. ബറയ്ക്കുമോർ ബസ്മദാബോ ഉദാബറോ വദറൂഹയോ കാദീശദലഹായ് വൽഹായ് ദലഹോലം വൽമേ. പോലെ തളർത്തിടുമേ. ഹാലേലൂയ്യ വളരുമാവൻ ലബനോൻ കാരകിൽ പോൽ അവൽ തളരിട്ടു തഴച്ചിടുമേ. ഹാലേലൂയ്യ വർദ്ധിക്കും അവർക്ക് പുഷ്ടികളും. ശുഭലാമോലമറോ വൽറൂഹോ കാദീശോ ഒരു പോലിംഗം ണമേ. നിൻ പ്രാർത്ഥന നിന്നോർമ്മയെ ബഹുമാനെ സൗമൻ ഭാഗ്യം നേവിയർക്കും ഭാഗ്യം ഭാഗ്യം സഹദീർക്കും പുനരുദ്ധാനദിനേ ബാർക്കുമോ. ശുഭലാമോലമറോ വൽറൂഹോ കാദീശോ കാൺമാൻ സകതീരാശിച്ചു വള്ളച്ചിറകീന്തി ഉന്നത പദമേറി മുറിയോറാഹിമലൈ. പരിശുദ്ധന്മാരെ നിങ്ങൾ പിൻകർത്താവൂടാ
അടികളെയും തൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടാം. ആകാശവും ഭൂമിയും സൃഷ്ടികർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്ന ആത്മീകമായ ശുശ്രൂഷയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവേ, വിലക്കഞ്ഞുള്ളതും കറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ സ്മുഖാസിൻ വാക്കേൽക്കപ്പെട്ട് അംഗീകരിക്കപ്പെട്ട് ആയിത്തീരുകയും ഈ വാഗസിൻ്റെ യാത്ര ചെയ്യുന്ന എല്ലാവരുടെ മേലോടത്തെ കൃപയനുഗ്രഹവും ധാരാളമായി വർഷിക്കുകയും ചെയ്യണമേ. ഹോശോംബുപോലെ ശിവാല്ലവൽമീൻ. കാട്ടാനിയുടെ ആക്രമമേറ്റ് മരണത്തോട് മല്ലടിച്ച് കോയമ്പത്തൂരിൽ നിന്നോ കോഴിക്കോട് നിന്നോ വരുന്ന ഒരു ഐസിയുവിന് വേണ്ടി കാത്തിരുന്ന് ജീവൻ നിലനിർത്താനാകാതെ പൊലിഞ്ഞുപോയ ഒരു വയനാട്ടുകാരൻ്റെ ദുഃഖം, മരണത്തിൻ്റെ നാഴികമണികൾ പെരുമ്പുറ കൊട്ടുമ്പോഴും ഒന്നും ചെയ്യാനില്ലാതെ ദൈന്യതയോടെ നിന്ന ആ മനുഷ്യൻ്റെ കുടുംബം, ആ നാട്, ആ നൊമ്പരമാണ് ഒരു ആംബുലൻസ് സർവീസ് വയനാട്ടിൽ ഒരുക്കുക എന്നതിന് ഏറ്റവും പ്രചോദനമായും വേഗപ്പെടുത്തുവാനും കാരണമായി തീർന്നത്. എനിക്ക് കിട്ടുന്ന ഓരോ തുട്ടിൻ്റെയും ഉടമസ്ഥ ബത്തേരി രൂപതയ്ക്കുള്ളതാണ് എന്നതിനാൽ അഭിമന്യ പിതാവിനോട് ഉടനെ തന്നെ കാര്യം സംസാരിക്കുകയും എത്രയും വേഗം അത് വയനാടിന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതാണ് എന്ന് പിതാവ് പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. 2019 സ്വിറ്റ്സർലൻഡിൽ എൻ്റെ പള്ളിയിൽ തുടങ്ങിയ സൊസൈറ്റി അതിൻ്റെ പ്രാരംഭഘട്ടത്തിലുള്ള സഹായം ചെയ്യാമെന്ന് ഏൽക്കുകയും ചെയ്തു. ഒരു ഇന്ത്യൻ ദിനം സിൽ ഫൗണ്ടേഷൻ്റെ സിൽ ഇന്ത്യയുടെ പേരിൽ നടത്തിയപ്പോൾ അഭിമന്യ പിതാവ് സാന്നിധ്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അഭിമന്യ പിതാവിൻ്റെ സന്ദേശവും അതിനെ വളരെ പ്രോത്സാഹനം നൽകിയുണ്ടായി. അങ്ങനെയാണ് എത്രയും വേഗം ഇത് ക്രമീകരിക്കുവാൻ സാധ്യമായി തീർന്നത്. Ich erinnere mich an alle Wohltäter von SIL India in Surselva, auch alle Freunde aus der Schweiz und aus Deutschland. Gracias Fetch, Adam Diast, Braille Briegels, Denis Tavanasa, Etardin, Gracias Fetch, Surselva. ഈ ഉത്തരവാദിത്വം നിറവേറ്റുവാനായി സഹായിച്ച എല്ലാവരെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. സ്വന്തം എന്നതുപോലെ തന്നെ അതിൻ്റെ സാങ്കേതികമായ എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് തന്നത്, സഹായിച്ചു കൊണ്ടിരിക്കുന്നത് അസംഷൻ സിസ്റ്റേഴ്സാണ്. ആ ആസ്പത്രി അധികൃതരോടുള്ള എല്ലാ നന്ദിയും കൃതജ്ഞതയും പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരുപാട് ചുവടുകൾ നമുക്ക് മുൻപോട്ട് വയ്ക്കുവാനുണ്ട്. ഇതിൻ്റെ 3 മാസം മുമ്പ് തുടങ്ങിയ ഈ ശുശ്രൂഷയിൽ ഏറ്റവും അധികം സഹായിച്ച് ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛനാണ്. അച്ഛനോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം എപ്പോഴും കൂടെയുള്ള ബിജു ഉണ്ട്. ഈ വലിയ ദൗത്യം നിറവേറ്റുവാനായി നിയുക്തനായിരിക്കുന്നത് അജേഷാണ്, പ്രത്യേകം ഓർക്കുന്നു. അതോടൊപ്പം തന്നെ കൂടെ നിന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട എല്ലാ അച്ഛൻ കൂട്ടുകാരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. സഹോദര സിസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും നന്ദിയോടെ ഓർക്കുന്നു. നാളെ അച്ഛന്മാരായി വിരിയാനുള്ള അച്ഛൻ മുകുളങ്ങൾ, ഗുരുകുലത്തിലെ ഏറ്റവും കൊച്ചു മുകുളങ്ങൾ എത്തിയിട്ടുണ്ട്. അവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. നമ്മുടെ അൽമായ സഹോദരങ്ങൾ, എൻ്റെ ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും കൃതജ്ഞതയോടെ കൂടെ നിന്ന് സഹായിക്കുന്ന എല്ലാവരെയും നന്ദിയോടുകൂടി സമർപ്പിക്കുകയാണ്. ഈ അസുലഭ മുഹൂർത്തത്തിൽ നമുക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലക്കാരൻ തന്നെ നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അരക്കോടിയിൽ കൂടുതൽ വിലയുള്ള ഒരു യന്ത്രമല്ല നമ്മൾ നിരത്തിലേക്ക് ഇറക്കുന്നത്. അപകടത്തിൽപ്പെടുന്നവൻ്റെ ആയുസ് തിരിച്ചു പിടിക്കാനുള്ളൊരു സാധ്യതയും ഒരു പ്രതീക്ഷയും ഈ നാടിന് നമ്മൾ പകർന്നു കൊടുക്കുകയാണ്. മുറിവിൽ വെച്ച് കൊടുക്കാനുള്ള ഔഷധമായി ഈ സമരിയക്കാരനെ നമ്മൾ തുറന്നു വിടുകയാണ്. ലാഭം പ്രതീക്ഷിച്ചല്ല, നേടിയെടുക്കുന്ന ജീവിതങ്ങളുടെ ലാഭമായിരിക്കും ഈ ശുശ്രൂഷയ്ക്ക് കരുത്തായിട്ടുണ്ടാവുക. എല്ലാ പ്രോത്സാഹനങ്ങളും തന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പിതാവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷയോട് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ്റെ പ്രതികരണം കൂടി കേട്ട് അതിനുശേഷം അദ്ദേഹം തന്നെ ഈ ആംബുലൻസ് ഫ്ലാഗ് ഓഫ് ചെയ്യണമെന്നാണ് അഭിനയ പിതാവിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ബഹുമാനപ്പെട്ട ടി കെ രമേശ്. ഏറ്റവും ബഹുമാനപ്പെട്ട അഭിമന്യ പിതാവ് ജോസഫ് മാർ തോമസ്, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്,
പ്രിയപ്പെട്ട ഈ ഇടവകയിലെ പ്രിയപ്പെട്ട അന്തേവാസികളെ, പ്രിയപ്പെട്ടവരെ, പിതാവിനെക്കുറിച്ച് പറയുമ്പോഴും സഭയെക്കുറിച്ച് പറയുമ്പോഴും ഒരുപാട് നല്ല കാര്യങ്ങൾ മാത്രമല്ല, ഈ ജില്ലയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന പിതാവാണ് ജോസഫ് മാർ തോമസ് പിതാവ്. അദ്ദേഹം ഇങ്ങനൊരു കാൽവെപ്പ് നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് മാതൃകയാണ്. ഇത് പക്ഷേ എന്നെപ്പോലും അതിശയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു മേഖലയിൽ, ആതുര ശുശ്രൂഷ മേഖലയിൽ കൂടുതൽ. വയനാടിനെ കുറിച്ച് പറയുമ്പം നമുക്ക് വലിയ ഹോസ്പിറ്റലുകൾ, നമുക്ക് മാനന്തവാടിയാണ് ഇപ്പം റൺ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഒരുപാട് പോരായ്മകൾ അതിലുണ്ടെങ്കിൽ കൂടിയും ഒരു മെഡിക്കൽ കോളേജ് എന്ന നിലക്ക് അത് പൂർണ്ണ സ്ട്രെങ്ത്തിലേക്ക് എത്തുമ്പോഴേക്കും കുറച്ച് സമയമെടുക്കും. പക്ഷേ ഇപ്പോൾ ബത്തേരിയിലുള്ള ഒരു രോഗിക്ക് മാനന്തവാടിയിൽ എത്തിപ്പെടണമെങ്കിൽ ചുരുങ്ങിയത് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമുക്ക് എത്താൻ വേണ്ടി കഴിയും. 1 മണിക്കൂറിലധികം എടുക്കും. പെട്ടെന്നുണ്ടാകുന്ന ആകസ്മികമായി ഉണ്ടാകുന്ന പല രോഗങ്ങളെയും നമുക്ക് ഒരു ആംബുലൻസ് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ നമുക്കിതിനു മുമ്പും നമ്മുടെ അനുഭവപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലും ഇത്തരം ഒരു ചെറിയ ആംബുലൻസ് നമുക്ക് ഓടുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ആംബുലൻസ് ഉണ്ടെങ്കിലും വയനാടിനെ കുറിച്ച് നമുക്ക് ഉയർന്ന ചികിത്സ ലഭിക്കണമെങ്കിൽ കോഴിക്കോട് ജില്ലയിലോ അയൽവക്കത്തുള്ള ജില്ലകളിലേക്കൊക്കെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും. ആ സമയത്ത് നേരത്തെ സ്വാഗതം പറഞ്ഞ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഏതെങ്കിലും വിധത്തിൽ ഒരു ഓടണം അല്ലെങ്കിൽ വാഹനത്തിന് വേണ്ടി നമ്മൾ പൊതുവേ ഓടുന്ന ആംബുലൻസിൻ്റെ കൺസെപ്റ്റ് അല്ല. പക്ഷേ നമുക്ക് കുറച്ച് വില കുറച്ച് ഓടേണ്ടി വരും, പാവപ്പെട്ടവരെ സഹായിക്കേണ്ടി വരും. ആ രീതിയിലേക്ക് ഓടുന്നത് കൊണ്ട് തന്നെ ഇത് വലിയൊരു നേട്ടമായിട്ട് ഒരു മുനിസിപ്പൽ ചെയർമാൻ നിലക്ക് ഞാനത് കാണുകയാണ്. ഇത് ഞങ്ങൾക്കും കൂടി ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക്, മുനിസിപ്പാലിറ്റി കൂടി ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ മിന്നിയച്ചനുള്ള സമയത്തിനും ശ്രേയസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടും സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരുപാട് കാര്യങ്ങൾ മുനിസിപ്പാലിറ്റി മുൻകാര്യങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഇതൊരു മാതൃകയാണ്, നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സേവനം പാവപ്പെട്ടവർക്കും എല്ലാത്തരം ജനങ്ങൾക്കും ലഭ്യമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിന് നേതൃത്വം നൽകിയ പിതാവിനെയും ഈ സഭയെയും മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി രമേശ് ഏട്ടാ. നമ്മുടെ ആംബുലൻസ് സജ്ജമായി കഴിഞ്ഞു. എങ്കിലും ഇതാർക്കും ഉപയോഗിക്കാനുള്ള അവസ്ഥ നിങ്ങൾക്ക് വരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആർക്കെങ്കിലും ആവശ്യമുള്ളതായിട്ട് തോന്നിയാൽ ഉടനെ ബന്ധപ്പെടുവാൻ ശ്രമിക്കുക. നിരന്തരമായ സ്നേഹം കൊണ്ടും ഐക്യം കൊണ്ടും നമ്മുടെ ജീവിതം കുറച്ചുകൂടെ സുന്ദരമായി തീരട്ടെ. അജേഷ് അഭിമന്യ പിതാവിൽ നിന്ന് താക്കോലേറ്റുവാങ്ങുന്നു. നമ്മുടെ ശ്രീ ടി കെ രമേശ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. നമ്മളുടെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ആദരണീയനായ ശ്രീ രമേശ്, ബഹുമാനപ്പെട്ട ജനറാളച്ചൻ, ബഹുമാനപ്പെട്ട സാജനച്ചൻ, മറ്റ് വൈദിക സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ടവരെ, വളരെ നമുക്കെല്ലാവർക്കും താല്പര്യമുള്ള ഒരു ശുശ്രൂഷയാണ് ഇവിടെ സമാരംഭിക്കുന്നത്. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവനാണ്. ആ ജീവന് നിലനിർത്തുവാനായി ആഹാരവും വസ്ത്രവും നമുക്കറിയാവുന്ന പോലെ ആതുര സേവന ശുശ്രൂഷകളൊക്കെ ആവശ്യമാണ്. അത് പല രീതിയിൽ പല തരങ്ങളിൽ നമ്മളെല്ലാവരുടെയും കൂട്ടായ്മയിൽ നടത്തപ്പെടുന്നുണ്ട്. എന്നാൽ വയനാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളുടെ ജീവന് വളരെ കുറച്ച് സുരക്ഷിതത്വമുള്ള ഒരു ജില്ലയാണ് വയനാടെന്ന് പറയുന്നത്. മിക്കവാറും വാർത്തകളിലും പത്രമാധ്യമങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് ആനയും കടുവായും മൃഗങ്ങളുടെ ജീവനെടുക്കുന്നത് നിത്യ സംഭവമാണ്. മിക്കവാറും മാസങ്ങളിൽ 2-3 മനുഷ്യരുടെ ജീവനും എടുക്കുകയും ചിലരെ
മരണത്തിൻ്റെ വക്കിലാക്കിയിട്ട് പോവുകയും ചെയ്യുന്ന ഒരു വലിയ ദുഃഖകരമായ അനുഭവം നമ്മുടെ വയനാടിൻ്റെ നിത്യ അനുഭവമാണ്. അത് നമുക്കറിയാവുന്ന പോലെ മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെ, കളക്ടർ ഉൾപ്പെടെ, ജനപ്രതിനിധി ഉൾപ്പെടെ എല്ലാവരെയും വളരെയേറെ വേദനയിൽ ആഴ്ത്തുന്ന ഒരു നിത്യാസംഭവമായിട്ട് ഉണ്ട്. അതിപ്പോഴും നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. അതിന് പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ, പല രീതിയിലുള്ള പരിഹാരം ചെയ്യുമ്പോഴും ജീവൻ നഷ്ടമാകുവാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമുള്ള മനുഷ്യരെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ബത്തേരി രൂപത ഇവിടെ തുടങ്ങിയ അവസരത്തിൽ അഭിവന്ദനായ സിറിൽ മാർ ബസേലിയോസ് തിരുമേനി പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതായിരിക്കും. തിരുമേനി പറഞ്ഞു, ബത്തേരി രൂപത ആശുപത്രികൾ തുടങ്ങുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അസംഷൻ പോലെയുള്ള ആശുപത്രി ഇവിടെയുണ്ട്. അത് നമ്മുടെ സ്വന്തം ആശുപത്രിയാണ്. ഇവിടെ അടുത്തുള്ള എല്ലാ ആശുപത്രികളും നമ്മുടെ ആശുപത്രിയാണ്. അതുകൊണ്ട് ഇനി ആശുപത്രി തുടങ്ങി വേറെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പോകുന്നില്ല. മറിച്ച് ശ്രേയസ് പോലെയുള്ള നമുക്ക് സാധുക്കളെ സഹായിക്കുന്ന ശുശ്രൂഷകളിലേക്ക് പോകാം. ആശുപത്രി അവരെ നടത്തിയിട്ട് ഭംഗിയായിട്ട് നമ്മൾ അവരെ സഹായിച്ചാൽ മതി എന്നുള്ളതാണ്. ആ സഹായം നമുക്ക് അവിടെ നിന്നും മറ്റ് ആശുപത്രിയിൽ നിന്നും ചുറ്റുമുള്ള എല്ലാവരിൽ നിന്നും ലഭിക്കുന്നുണ്ട്. എങ്കിലും നമുക്കറിയാം അത് പരിമിതമായിട്ടുള്ള കാര്യങ്ങളാണ്. വളരെയേറെ സാമ്പത്തിക ചിലവുകളുള്ള ശുശ്രൂഷകളാണ്. നമുക്കിവിടെ ഒരു മെഡിക്കൽ കോളേജൊക്കെ ഉണ്ടെന്ന വരിയിലും വയനാട്ടിലെ 8 ലക്ഷം ആൾക്കാരുടെ ജീവൻ സംരക്ഷിക്കുവാൻ അല്ലെങ്കിൽ രോഗത്തിൽ നിന്ന് മാറ്റുവാനായിട്ടുള്ള ശക്തിയൊന്നും അവർ പ്രാപിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഒരു കാര്യം, മരണത്തിൻ്റെ വക്കിലേക്ക് പോകുന്ന മനുഷ്യന് എത്രയും വേഗം തൊട്ടടുത്തുള്ള നല്ല ആശുപത്രിയിൽ, നമുക്കറിയാവുന്ന പോലെ കോഴിക്കോടാണ് അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെയാണ്, അവിടെ കൊണ്ടുപോകാനായിട്ടൊരു ICU ആംബുലൻസ് നമുക്ക് ആവശ്യമാണ് എന്നുള്ള ചിന്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സാജനച്ചന് അത് തിരിച്ചറിയുകയും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ രംഗത്ത് നിന്ന് വളരെ ത്യാഗത്തോടുകൂടി ഇങ്ങനെ ഒരു ആംബുലൻസ് നമ്മളുടെ ഈ പൊതുസമൂഹത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട്, ഇത് ബത്തേരി രൂപതയുടെ ശുശ്രൂഷയേക്കാൾ ഇത് മുനിസിപ്പാലിറ്റിയുടെ ശുശ്രൂഷയാണ്. അതുകൊണ്ട് മുനിസിപ്പാലിറ്റി കൂടി തരണമെന്ന് പറയണമെന്നില്ല, മുനിസിപ്പാലിറ്റിയുടെ ശുശ്രൂഷയാണ്. ഇനി അസംഷൻ്റെയും പറയാനുള്ള കാര്യം, അസംഷൻ്റെയും ശുശ്രൂഷയുടെ ഭാഗമാണ്. അപ്പം നമ്മൾ എല്ലാവരും കൂടി ഈ നാട്ടിലുള്ള മനുഷ്യരുടെ ജീവൻ നിലനിർത്തുവാനായിട്ടുള്ള ഒരു ശുശ്രൂഷയായിട്ടാണ് ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും എല്ലാവർക്കും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണെന്നാണ്. അപ്പോൾ നമ്മുടെ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മനുഷ്യൻ്റെ ജീവൻ പരിപോഷിപ്പിക്കുക, വളർത്തുക, നിലനിർത്തുക, അപകടത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നൊക്കെ. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് അപകടത്തിൽപ്പെട്ടവരുടെ ജീവനെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമമാണ്. ഇത് വിജയകരമായി മുന്നോട്ട് പോകണം എന്ന വരികിൽ നമുക്കറിയാം എല്ലാവരുടെയും കൂട്ടായ പ്രാർത്ഥനയും സഹകരണങ്ങളും ആവശ്യമാണ്. ബഹുമാനപ്പെട്ട സാജനച്ചൻ ഇവിടെ നിന്ന് പോയതിനു ശേഷം ഇതുപോലെയുള്ള പല കാര്യങ്ങൾ പല മേഖലകളിൽ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ മറ്റ് പ്രവൃത്തി ശുശ്രൂഷ ചെയ്യുന്ന വൈദികരും ചെയ്തിട്ടുണ്ട്. ഇനിയും പോകുന്നവർക്കും പോകാത്തവർക്കും അതുപോലെ തന്നെ റോഹിറ്റിനെ പോലെയുള്ളവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശുശ്രൂഷകളുടെ ഭാഗമാക്കാവുന്നതാണ്. നല്ലൊരു കാര്യം പറയുമ്പോൾ എല്ലാവരും അനുകരിക്കും, നല്ലത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാനായിട്ട് ആഗ്രഹം കൊണ്ട് അച്ഛനത് ഒരു മാതൃകയായിട്ട് നമ്മളുടെ ഈ ശുശ്രൂഷയ്ക്ക് രൂപതയ്ക്കായിട്ട് അത് സമർപ്പിച്ചു. അത് നല്ല രീതിയിൽ പോകുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. നമുക്കറിയാം വലിയ സമ്പത്ത് ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ പണത്തിൻ്റെ ആധിക്യം കൊണ്ടോ അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ ആയതുകൊണ്ട് അത് അച്ഛനെ പ്രത്യേകമായിട്ട് എടുക്കുകയും ഇന്ന് വളരെ ദീർഘദൂരം യാത്ര ചെയ്ത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇവിടെ വന്ന് ഇന്ന് രാവിലെയാണ് വന്ന് 11 മണിക്ക് വന്നത് ഉദ്ഘാടനം ചെയ്യുവാനിടയായത് നമ്മുടെ രൂപതയുടെ പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇതിൻ്റെ അടുത്തുള്ള പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നടക്കുവാനായിട്ട് മുനിസിപ്പൽ ചെയർമാൻ്റെയും നമ്മുടെ ശ്രേയസിൻ്റെയും അതുപോലെ അസംഷൻ ആശുപത്രിയുടെയും മറ്റ് പൊതുപ്രവർത്തകരെല്ലാം കൂട്ടായ്മയിൽ ഇത് ഒരു പ്രതിഫലവും കൂടാതെ നന്നായി എല്ലാവർക്കും ഇതിൻ്റെ സേവനം ലഭിക്കത്തകരെയുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. അതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഇനി വരും ദിവസങ്ങളിലും വളരെയേറെ ആവശ്യമാണ്. ഇപ്പോൾ ഇത് രമനയുടെ
ഈ ഭവനത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നമ്മുടെ ചെയർമാൻ വന്നതിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ സിസ്റ്റേഴ്സാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രവക്താക്കൾ നമുക്കറിയാവുന്നതാണ്. അവരെ ആവശ്യപ്പെടുന്ന അവസരത്തിലൊക്കെ അത് കൊടുക്കുവാനും അവരെ സഹായിക്കുവാനൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ ക്ലർജിയിലെ പ്രായമുള്ള അച്ഛന്മാരുടെ ശുശ്രൂഷ പന്നിയച്ഛൻ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മുടെ തപോവനമുണ്ട്. അങ്ങനെ അനേകം ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഇതിൽ പങ്കെടുക്കുന്നവർ വളരെ നിസ്വാർത്ഥമായി ത്യാഗപൂർവ്വം ചെയ്യുകയാണെന്നതിൽ നമ്മുടെ വയനാടിന് നല്ല ഒരു ആശ്വാസം കൊടുക്കുന്ന, അല്ലെങ്കിൽ വയനാടിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു ശുശ്രൂഷയായി ഈ ആംബുലൻസിൻ്റെ പ്രവർത്തനം തീരും. അതിന് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സാജനച്ചിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി.